ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു ഡയറക്സിന്റെ ഒരു പുതിയൊരു AVR പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മളൊരു 5.1 എന്ന രീതിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു AVR ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ പെർഫോമൻസ് കൂടെ നോക്കുന്നുണ്ട്. നമ്മൾ 6 ഇഞ്ച് ക്യാബിനറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു 5.1 AVR. നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഒക്കെ കൂട്ടി 6 ഇഞ്ച് ക്യാബിനറ്റിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും അക്രിലിക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ നോർമലി നമ്മൾ എന്നും ചെയ്യുന്ന സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സൈഡില് മാസ്റ്റർ കൺട്രോളും അടുത്തത് നമ്മൾ സബിന്റെ ഒരു പോർഷനും പിന്നെ USB ഇത്രയുമാണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നുള്ളൂ. പിന്നെ ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂടെക്കിന്റെ ഡോൾബി കിറ്റ് ആണ്. അതായത് നമ്മൾ ഡോൾബി കിറ്റ് വെച്ച് ചെയ്യാൻ കാരണം തന്നെ നമുക്കൊരു ഡോൾബി DTS അതുപോലെ തന്നെ DTS പ്ലസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഫ്യൂടെക്കിന്റെ കീഴിൽ മാത്രമേ നമുക്ക് ഡോൾബി DTS പ്ലസ് അവൈലബിൾ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ബോർഡിനോ അല്ലെങ്കിൽ പാർട്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും നമുക്കത് സർവീസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിന് ഏകദേശം ഒരു 11 രൂപ അടുത്ത് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ലൊരു സർവീസ് ഈ കിറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നമ്മൾ ഇത്രയും റേറ്റ് മുടക്കുകയാണെങ്കിലും ഈ കിറ്റ് വെച്ച് ആംപ്ലിഫയർ ചെയ്യാൻ തന്നെ കാരണം. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിലും അക്രിലിക് ഷീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അകത്ത് നമ്മളൊരു 4 HDMI ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ARC ഔട്ട് വരുന്നുണ്ട്, ARC ഇന്നും വരുന്നുണ്ട്, 2 ഒപ്റ്റിക്കല്, 2 കൊയാക്സില്, ഓക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകൾ. പിന്നെ സ്പീക്കർ ഔട്ടിന് വേണ്ടി നമ്മൾ 6 ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു 5.1 എന്ന രീതിക്കാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഓരോ ചാനലിലും നമ്മൾ ഒരു ബനാന സോക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പവർ സോക്കറ്റ്, ഓൺ ഓഫ് സ്വിച്ച്, ഇത്രയുമാണ് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിതിലേക്ക് ഡോൾബി കിറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ ഡോൾബി DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുള്ള ഒരു പുതിയൊരു കിറ്റാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡോൾബിയും DTS ഒക്കെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കിറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. പിന്നെ ഇതിനാണെങ്കിൽ നമുക്ക് അവർ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വന്നാലും നമുക്കിത് സർവീസ് ചെയ്ത് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡ് എത്ര റേറ്റ് കൂടുതലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ തന്നെ കാരണം. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം ടോറയുടെ ട്രാൻസ്ഫോമറാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ടാപ്പിങ്ങെല്ലാം കൊടുത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 5 ചാനലായിട്ട് എടുത്തിരിക്കുന്ന ഡെനക്സിൻ്റെ തന്നെ പുതിയൊരു ബോർഡാണ്. അതായത് പെർ ചാനൽ 100 വാട്ട്സ് കിട്ടുന്ന നല്ലൊരു ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പവർ സപ്ലൈ, റെക്ടിഫയർ എല്ലാം കൂടെ വരുന്ന ഒരു പുതിയൊരു ബോർഡാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് ഒരു ഫാൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടാപ്പിങ്ങിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ സബ് ഫിൽറ്ററായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് DTECൻ്റെ സബ് ഫിൽറ്ററാണ്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സബ് ഫിൽറ്ററാണ്. നമുക്കിതിൻ്റെ അകത്ത് ഗെയിനും ഫ്രീക്വൻസിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബോർഡ് എടുക്കാൻ തന്നെ കാരണം. പിന്നെ നമ്മൾ സബിനായിട്ട് എടുത്തിരിക്കുന്നത് മഹാരാജയുടെ 6 ട്രാൻസിസ്റ്റർ ബോർഡാണ്. 4 ohmസിൽ നമുക്കൊരു 1500 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മഹാരാജയുടെ ഈ ബോർഡ് എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഇത് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്കൊരു USB ഇൻപുട്ട് കൊടുക്കാം, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഒപ്റ്റിക്കല്, 2 കോയാക്സില്, 3 HDMI ഇൻപുട്ടും ഒരു ARC ഔട്ടും നമുക്ക് ഇതിൽ കൊടുക്കാം. ഒട്ടുമിക്ക എല്ലാ ഫോർമാറ്റുകളും ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. അങ്ങനെ DX950X എന്ന് പറയുന്ന ഒരു മോഡലിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു 5.1 AVR. നല്ല ക്വാളിറ്റിയും നല്ല ഔട്ട്പുട്ടും നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഫ്യൂടെക്കിന്റെ കിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പൈസ മുടക്കി ചെയ്താൽ പോലും നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ എല്ലാ പാർട്സും നമുക്ക് സർവീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വീട്ടിലൊരു ഹോം തിയേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് സംബന്ധമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ്, ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.